കേരളത്തിൻ്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമായ കേസ്. പ്രതിഭാഗം അഭിഭാഷകനും കോടതി ജീവനക്കാരനും പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസ് രാഷ്ട്രീയ രംഗത്ത് തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. മുൻ മന്ത്രിയും നിലവിൽ MLA-യുമായ ആന്റണി രാജു ശിക്ഷിക്കപ്പെടുമ്പോൾ അതൊരിക്കൽ കോടതിയിൽ അപമാനിക്കപ്പെട്ട പോലീസിന്റെ വിജയം കൂടിയാണ്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിനും മുൻ കോടതി ജീവനക്കാരനായ ജോസിനും 3 വർഷം തടവാണ് ശിക്ഷ. 2 വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിച്ചതിനാൽ ആന്റണി രാജുവിന്റെ MLA പദവി നഷ്ടമാകും. അപ്പീൽ നൽകാനായി ആന്റണി രാജുവിനും ജോസിനും 1 മാസത്തേക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. വിധി വന്നതോടെ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും അയോഗ്യതയുണ്ടാകും. ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 2 പാക്കറ്റ് ലഹരിമരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം മാറ്റിയെന്നാണ് കേസ്. സാൽവദോറിന്റെ അഭിഭാഷകയുടെ ജൂനിയറായിരുന്ന ആന്റണി രാജു കോടതിയിലെ ക്ലർക്കിന്റെ സഹായത്തോടെ തൊണ്ടിമുതലായ അടിവസ്ത്രം പുറത്തെത്തിച്ച് വെട്ടിത്തയ്ച്ച് ചെറുതാക്കി തിരികെ വെച്ചെന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രതിയെ ഹൈക്കോടതി വിട്ടയക്കാൻ തൊണ്ടിയിലെ അളവ് വ്യത്യാസം നിർണായകമായി. പാകമാകാത്ത അടിവസ്ത്രമാണ് തെളിവായി ഉണ്ടായിരുന്നതെന്ന വാദമാണ് പ്രതിയെ രക്ഷിച്ചത്. മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ പ്രതി സഹതടവുകാരനോട് തൊണ്ടിമുതൽ തിരിമറി വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് 1994 കേസെടുത്തു. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രത്തിൽ കൃത്രിമത്വം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതി നൽകിയതോടെയാണ് പ്രതിക്ക് വേണ്ടി ഹാജരായ ആന്റണി രാജുവും കോടതി ജീവനക്കാരനായ ജോസും പ്രതികളായത്. 2 വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിച്ചതിനാൽ ആന്റണി രാജുവിന്റെ MLA പദവി നഷ്ടമാകും. ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം മുതൽ 6 വർഷത്തേക്കാണ് അയോഗ്യത. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8(3) അനുസരിച്ചാണ് അയോഗ്യത. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയായ 3 വർഷമാണ് നൽകിയിരിക്കുന്നതെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അപ്പീൽ നൽകാനായി ആന്റണി രാജുവിനും ജോസിനും 1 മാസത്തേക്ക് ജാമ്യം അനുവദിച്ചു. വിധി പ്രസ്താവത്തിന് ശേഷം കോടതിക്ക് പുറത്തേക്ക് വന്ന ആന്റണി രാജുവിന് നേരെ കോൺഗ്രസ് പ്രതിഷേധമുണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം. തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചപ്പോൾ സൈബറിടത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ് ശ്രീനിവാസൻ ചിത്രം ആനവാൽ മോതിരം. ഓസ്ട്രേലിയൻ പൗരൻ ലഹരി കേസിൽ അറസ്റ്റിലാകുന്നത് 1990 ഏപ്രിലാണ്. പിറ്റേ വർഷം പുറത്തിറങ്ങിയ സിനിമയിലും സമാനമായ രംഗമുണ്ട്. ലഹരി കേസിലെ തൊണ്ടിമുതൽ കോടതിയിൽ വെച്ച് നഷ്ടപ്പെട്ടതും കേസിൽ പോലീസിന് തിരിച്ചടിയായതുമെല്ലാം രസകരമായാണ് ശ്രീനിവാസൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. സിനിമയിൽ പോലീസിന് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോൾ യഥാർത്ഥ കഥയിലെ ക്ലൈമാക്സിൽ പോലീസിനാണ് വിജയം. ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കടത്തിയ ലഹരിമരുന്നുമായി ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ പിടിയിലാകുന്നത്. ആ കേസിൽ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം മാറ്റിയെന്നാണ് അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിനെ പ്രതിക്കൂട്ടിലാക്കിയ കേസ്. കേസിൽ പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വിട്ടയച്ചിരുന്നു. ഇതിന് സമാനമായ രംഗങ്ങൾ 1991 പുറത്തിറങ്ങിയ ആനവാൽ മോതിരം എന്ന ചിത്രത്തിലുമുണ്ട്. T. ദാമോദരന്റെ തിരക്കഥയിൽ GS വിജയൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശ്രീനിവാസൻ, സുരേഷ് ഗോപി എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയിലെ വില്ലനായ ആൽബർട്ടോ ഫെല്ലിനി എന്ന വിദേശ പൗരനെ ശ്രീനിവാസന്റെ കഥാപാത്രമായ CI ജെയിംസ്, സുരേഷ് ഗോപിയുടെ SI നന്ദകുമാർ എന്നിവരടങ്ങുന്ന സംഘം പിടികൂടുന്നതാണ് സിനിമയിലെ രംഗം. ചോദ്യം ചെയ്യലിനിടെ അയാളുടെ അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് കണ്ടെത്തുന്നു. തൊണ്ടിമുതലായി പോലീസ് കണ്ടെടുത്ത അടിവസ്ത്രം മാറിയത് കേസിന്റെ വിചാരണയിൽ തിരിച്ചടിയായി. അങ്ങനെ പ്രതിയുടെ പേരിൽ ആരോപിച്ച കുറ്റകൃത്യം പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആൽബർട്ടോ ഫെല്ലിനിയെ വെറുതെ വിടുന്നത് ആനവാൽ മോതിരം എന്ന സിനിമയിലെ രംഗമാണ്. ആന്റണി രാജു കേസ് വീണ്ടും ചർച്ചയായപ്പോൾ ഈ ശ്രീനിവാസൻ ചിത്രവും സൈബറിടത്ത് ചർച്ചയാണ്.
യഥാർത്ഥ സംഭവത്തിൽ 1990 നടന്ന കേസിൽ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവദോർ സർവലിയെ വെറുതെ വിട്ടതിന് പിന്നാലെ കേസിൽ കൃത്രിമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ CI KK ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകിയിരുന്നു. 3 വർഷം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഓസ്ട്രേലിയയിലേക്ക് കടന്ന ആൻഡ്രൂ അവിടെ കൊലക്കേസിൽ പെടുകയും തടവിൽ വെച്ച് സഹതടവുകാരനോട് കേരളത്തിലെ കേസിനെ കുറിച്ച് പറയുകയുമായിരുന്നു. തുടർന്ന് ഇന്റർപോളാണ് CBIക്ക് വിവരം കൈമാറുന്നത്. CBI കേരള പോലീസിന് കത്ത് നൽകി. തുടർന്നാണ് ആന്റണി രാജുവിനെതിരെ കേസെടുത്തത്. തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി പ്രതിക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കി എന്ന കേസിലാണ് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, News 18.